നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു വർഷത്തെ നീണ്ട കാത്തിരിപ്പാണ് തൃശ്ശൂർ പൂരം. പക്ഷേ ഇത്തവണ ചരിത്രത്തിൽ ആദ്യമായി തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായുള്ള വെടിക്കെട്ട് പകൽ വെളിച്ചത്തിലാണ് നടന്നത്. അതുമാത്രമല്ല, വളരെ മോശമായ അല്ലെങ്കിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത തരത്തിലുള്ള പല കാര്യങ്ങളുമാണ് ഇന്നലെ പൂര ദിവസം നടന്നത്. കാലാവസ്ഥ പ്രതികൂലമാകുന്ന സാഹചര്യങ്ങളിൽ ഒഴികെ മുടക്കമില്ലാതെ നടക്കുന്ന വെടിക്കെട്ട് ഇത്തവണ വൈകാൻ ഇടയാക്കിയത് പോലീസ് ഏർപ്പെടുത്തിയ അനാവശ്യ നിയന്ത്രണങ്ങളാണെന്നാണ് ഉയരുന്ന ആരോപണം. തൃശ്ശൂർ പൂരപ്രേമികൾക്ക് വേദനയുടെയും നിരാശയുടെയും പകൽ വെടിക്കെട്ടാണ് ഉണ്ടായത്. പാറമേക്കാവും തിരുവമ്പാടിയും രാവിലെ വെടിക്കെട്ട് നടത്തിയത് ചടങ്ങിന് വേണ്ടി. രാത്രിയിലെ അസുലഭ കാഴ്ചയ്ക്കായി കാത്തുനിന്ന ദേശക്കാരും പൂരപ്രേമികളും എല്ലാ അർത്ഥത്തിലും നിരാശർ. ആദ്യം പാറമേക്കാവിന്റെ വെടിക്കെട്ട് രാവിലെ 7:30-യോടെ, തൊട്ടു പിന്നാലെ തിരുവമ്പാടിയും. ആ വെടിക്കെട്ട് ശേഖരത്തിന് തിരികൊളുത്തി. എല്ലാം അതിവേഗം തീർന്നു. രാത്രി വെടിക്കെട്ടിന്റെ ദൃശ്യ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തിയവർ പ്രതിഷേധത്തിന്റെ പൂരക്കാഴ്ച മനസ്സിൽ സൂക്ഷിച്ച് മടങ്ങി. പോലീസ് നിയന്ത്രണങ്ങളിൽ പ്രതിഷേധിച്ച് നിർത്തിവെച്ച തൃശ്ശൂർ പൂരം വെടിക്കെട്ട് ആരംഭിച്ചത് 4.5 മണിക്കൂർ വൈകിയാണ്. സാധാരണ പുലർച്ചെ 3 മണിക്കാണ് വെടിക്കെട്ട്. ഇരുട്ടുമാഞ്ഞ് 7:30-ക്ക് വെടിപ്പുരയിൽ നിന്ന് ശബ്ദമുയർന്നപ്പോൾ ദൃശ്യക്കാഴ്ച അന്യമായി. പാറമേക്കാവ് വിഭാഗത്തിന്റെ വെടിക്കെട്ട് അതിവേഗം അവസാനിച്ചു. ഉടൻ തിരുവമ്പാടി വിഭാഗവും വെടിക്കെട്ട് ആരംഭിച്ചു. കുറച്ചധികം സമയം ശബ്ദമുയർന്നെങ്കിൽ അസാധാരണമായ സൗന്ദര്യം മാറി നിന്നു. പുലർച്ചെ 3:30-യോടെ നടക്കേണ്ട വെടിക്കെട്ടാണ് മണിക്കൂറുകൾ വൈകി നടന്നത്. വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് പ്രതിഷേധത്തിന് കാരണം. പുലർച്ചെ തന്നെ മന്ത്രി കെ രാജൻ, കളക്ടർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സംഘാടകരുമായി നടന്ന ചർച്ചയിലാണ് നിർത്തിവെച്ച പൂരം പുനരാരംഭിക്കാനും വെടിക്കെട്ട് പുലർച്ചെ തന്നെ നടത്താനും തീരുമാനമായത്. അതെല്ലാം ചടങ്ങിന്റെ ഭാഗമായി മാത്രം മാറി. അനിശ്ചിതത്വത്തിനൊടുവിലാണ് തൃശ്ശൂർ പൂരം വെടിക്കെട്ട് നടന്നത്. കളക്ടറും മന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് വെടിക്കെട്ട് നടത്താൻ തീരുമാനമായത്. പൂരം കാണാനെത്തിയവരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞതിൽ പ്രതിഷേധിച്ചാണ് തിരുവമ്പാടി ദേവസ്വം പൂരം നിർത്തിവെച്ചത്. പാറമേക്കാവിൽ അമ്മയുടെ രാത്രി എഴുന്നള്ളിപ്പ് പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയും ഒരാനയെയും ഏതാനും മേളക്കാരെയും മാത്രം കടത്തിവിട്ടതും വലിയ ഒച്ചപ്പാടുണ്ടാക്കിയിരുന്നു. ഇന്നലെയും കമ്മീഷണറുടെ നേതൃത്വത്തിൽ മടത്തിൽ വരവിലടക്കം കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും പൂരപ്രേമികളെ പിടിച്ചു തള്ളുകയും ചെയ്തിരുന്നു. വെടിക്കെട്ട് തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുന്നേ പോലീസ് ആളുകളെ തടഞ്ഞപ്പോഴാണ് തർക്കമുണ്ടായത്. ചരിത്രപ്രസിദ്ധമായ മടത്തിൽ വരവ് നിർത്തിവെക്കേണ്ടി വന്നത് ഏറെ ദുഃഖകരമാണെന്ന് തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോൻ പറഞ്ഞു. കളക്ടറുടെയും ജില്ലാ പോലീസ് മേധാവിയുടെയും നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ ആശങ്കകൾ പങ്കുവെച്ചെന്നും ഇത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കില്ലെന്നും ആഘോഷ കമ്മിറ്റിക്കും ഭരണസമിതിക്കും ജില്ലാ കളക്ടർ ഉറപ്പ് നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. വെടിക്കെട്ട് വൈകിയതിലും പൂരപ്രേമികൾ പ്രതിഷേധത്തിലാണ്. വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് പ്രതിഷേധത്തിന് കാരണം. പൂരപ്പറമ്പിൽ പോലീസ് രാജെന്ന് ദേശക്കാർ ആരോപിച്ചു. അനാവശ്യമായി തടഞ്ഞും ആളുകളെ തള്ളി മാറ്റിയും ചില പോലീസുകാർ പൂരത്തിന്റെ സൗഹൃദ അന്തരീക്ഷത്തിന് കളങ്കമുണ്ടാക്കിയെന്നാണ് ആരോപണം. പോലീസ് തന്നെ വിതരണം ചെയ്യുന്ന പാസിന്റെ കാര്യത്തിൽ പോലും അവസാന നിമിഷം വരെ വ്യക്തതയുണ്ടാക്കാനായില്ല. പൂരം സംഘാടകരുമായി പലപ്പോഴും തർക്കത്തിലേർപ്പെട്ടു. തിരുവമ്പാടി ഭഗവതി രാവിലെ പുറത്തിറങ്ങുമ്പോൾ തന്നെ പോലീസ് ഇടപെടൽ സംഘർഷമുണ്ടാക്കി. ആന എഴുന്നള്ളിപ്പിനൊപ്പം ദേവസ്വം ഭാരവാഹികളെ പോലും നിൽക്കാൻ അനുവദിക്കാത്തതാണ് പ്രശ്നമായത്. പാറമേക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളിപ്പിലെ പ്രശ്നങ്ങളുണ്ടായി. അവസാന നിമിഷമാണ് പോലീസ് വടം കെട്ടാൻ തീരുമാനിക്കുന്നത്. വടം കെട്ടിയപ്പോൾ പലരും ഇതിൽ പെട്ടുപോവുകയും ചെയ്തു. ഇവരെ കുത്തിയും തള്ളിയുമാണ് പോലീസ് പുറത്താക്കിയത്. ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള നടപടിക്കെതിരെ കടുത്ത രീതിയിലുള്ള പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്.